ഹായ് ഓൾ നീറ്റ് 2024 രജിസ്ട്രേഷൻ സ്റ്റാർട്ടായി. ഫെബ്രുവരി 9 സ്റ്റാർട്ടായി രജിസ്ട്രേഷൻ. ഈ വരുന്ന മാർച്ച് വരെയാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം പൊതുവെ ഈ പറയുന്ന നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നീണ്ടു നിൽക്കുന്നൊരു ടാസ്ക്കാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ നീറ്റ് ജേണിയിൽ തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് അനലൈസ് ചെയ്യേണ്ട വീഡിയോ ആണ്. പല രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും ശരിക്കും നിങ്ങൾ ഇതിൽ കാണാൻ പോകുന്നത്. സോ നീറ്റ് 2024 ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വെബ്സൈറ്റിൽ പോകുക. അതിന് മുമ്പ് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് പ്രൊക്യൂർ ചെയ്ത് വെക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കയ്യിൽ വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രോസ്പെക്ട്സ് എന്ന് പറയും, നീറ്റിൻ്റെ പ്രോസ്പെക്ട്സ് ഏതാണെന്ന് ഉള്ളതിൽ നോക്കിയിട്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത്, ഏത് വെബ്സൈറ്റിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നീറ്റിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളത് വെബ്സൈറ്റ് ഇതാണ്. ദാറ്റ് ഈസ് neet.nta.online.in എന്നതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. സോ ആ വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറുമ്പം നിങ്ങൾക്ക് അവിടെ ഒരു ഹോം ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐക്കൺസ് കാണാം. അവിടെ സ്റ്റെപ്സ് ടു അപ്ലൈ ഓൺലൈൻ, രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് അവിടെ കയറണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ആദ്യമേ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇപ്പോൾ ഇംഗ്ലീഷ് ഞാൻ ചൂസ് ചെയ്യുകയാണ്. ഇംഗ്ലീഷ് ചൂസ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു വിൻഡോയിൽ വെക്കുക. അത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഒരുപാട് ഡീറ്റെയിൽസ്, നമുക്ക് കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ കൈ കരുതേണ്ട ഒരുപാട് ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായിട്ട് ശരിക്കും ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി അതവിടെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫ്രഷ് രജിസ്ട്രേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് നീറ്റ് 2024. അപ്പോൾ അവിടെയുള്ള 3 സ്റ്റെപ്പുകൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യമേ നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ഫസ്റ്റ് പ്രൈമറി ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. പിന്നെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ ഫീ പേയ്മെൻ്റ് ആണ്. ഇത്രയും സ്റ്റെപ്പുകളാണ് ശരിക്കും ജനറലി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവരും ഒന്നും ഇതുവരെ ആപ്ലിക്കേഷൻ ഒന്നും ചെയ്യാത്തൊരു ഫസ്റ്റ് രജിസ്ട്രേഷൻ തന്നെ ചെയ്യണം. ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്ന ലിങ്കിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ക്ലിക്ക് ചെയ്യാൻ. ഇപ്പോൾ വെബ്സൈറ്റ് റീഡയറക്റ്റ് ചെയ്ത് പോകും. അവിടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഷോർട്ടിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ജനറൽ കാറ്റഗറിക്ക് 1700 രൂപ, ജനറൽ EWS OBC NCL കാറ്റഗറിക്ക് 1600 രൂപയും, SC ST PWBD തേർഡ് ജെൻഡർ കാറ്റഗറീസിന് 1000 രൂപയിൽ നിന്നുള്ള പേയ്മെൻറ്റുകളുടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞു പോകാം. നമ്മുടെ കയ്യിലിപ്പം ഒരു ഫോട്ടോഗ്രാഫ് വേണം. ഫോട്ടോഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. 80% ഇയർ അടങ്ങുന്ന 80% വിസിബിൾ ആയിരിക്കണം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ്. ഒന്ന് പാസ്പോർട്ട് സൈസും വേണം, മറ്റൊന്ന് പോസ്റ്റ് കാർഡ് സൈസും വേണം. സ്റ്റുഡിയോയിൽ നിങ്ങൾ ചോദിച്ചെന്നൊക്കെ അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ഇതിൽ വ്യക്തമായിട്ടുണ്ട്. അവർ തന്നെ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. സോ പോസ്റ്റ് കാർഡ് സൈസും പാസ്പോർട്ട് സൈസും ഫോട്ടോ, പിന്നെ നമ്മുടെ സിഗ്നേച്ചറിൻ്റെയും തമ്പ് ഇംപ്രഷൻസിൻ്റെയും സ്കാൻഡ് കോപ്പീസും, പിന്നെ കുറച്ച് സർട്ടിഫിക്കറ്റ്സുമാണ് നമ്മൾ കൈ കരുതേണ്ടത്. സർട്ടിഫിക്കറ്റ്സ് ശരിക്കും PWBD കാൻഡിഡേറ്റ്സും അതേപോലെ NRI കോട്ട ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സും മാത്രം സർട്ടിഫിക്കറ്റ്സ് കൈ കരുതിയാൽ മതിയാവും. ബാക്കി എല്ലാവരും ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫും സ്കാൻഡ് സിഗ്നേച്ചർ തമ്പ് ഇംപ്രഷൻ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ നമുക്ക് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് സ്ലോ ആയിട്ട് റീഡ് ഔട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഐ ഹാവ് ഡൗൺലോഡഡ് ദ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, എല്ലാം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാം, ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയറിലേക്ക് പ്രൊസീഡ് ചെയ്യാന്നുള്ള രീതിയിൽ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് കാണിക്കും. സോ ഇതാണ് ശരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നീറ്റിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ലോഗിൻ്റെ സമയത്ത് ഐഡൻറ്റിഫിക്കേഷനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടേമുകൾ അവിടെ വരെ കാണാം. അതായത് പ്ലീസ് സെലക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നത്, ഡിയർ കാൻഡിഡേറ്റ് കൈൻഡ്ലി യൂസ് യുവർ ആധാർ ഓർ ഐഡൻറ്റി പ്രൂഫ് ടു ക്രിയേറ്റ് ലോഗിൻ ആസ് യുവർ ആധാർ ഓർ ഐഡൻറ്റി പ്രൂഫ് വിൽ ബി യൂസ് ഫോർ വെരിഫിക്കേഷൻ ഓർ ഒതൻറ്റിക്കേഷൻ പർപ്പസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എക്സാം എന്നവർ കുറച്ച് ഇതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആധാർ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആധാർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ താഴെ കുറേ ആധാർ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അവർ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. നോക്കി, ഇപ്പം ആധാർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗിൻ ആധാർ വഴി നിങ്ങൾക്ക് ക്യാരി ഔട്ട് ചെയ്യാം. ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സേവ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ്റെ ID വഴി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചോ പാൻ കാർഡ് ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ മോസ്റ്റ് പ്രിഫേർഡ്ലി ആധാർ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷനൊക്കെ ആധാർ ഉപയോഗിക്കാറുള്ളതുകൊണ്ട് ഇവിടെ ആധാർ വേണമെങ്കിൽ ആധാർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ആധാർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആധാർ നമ്പർ കൊടുക്കും. ആ ആധാർ നമ്പറുടെ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് നിങ്ങളുടെ OTP പോകും. അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാനിവിടെ ആധാർ കൊടുത്തു. അപ്പോൾ ആധാർ മാത്രമല്ല പല രീതിയിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ ആധാർ കൊടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്വന്തം ആധാർ കൊടുക്കണം, പേരൻസിൻ്റെ റിലേറ്റീവ്സിൻ്റെ ആധാർ കൊടുക്കരുത്. കാരണം നിങ്ങളുടെ ആധാർ ഉപയോഗിച്ചായിരിക്കും അവിടെ വെരിഫിക്കേഷൻ നടത്തുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആധാർ തന്നെ കൊടുക്കണം, നിങ്ങളുടെ പേരും അഡ്രസ്സും ഉള്ള ആധാർ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. സോ ഞാനിവിടെ ആധാർ നമ്പർ എഴുതി ഞാൻ OTP ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഡയറക്റ്റ്ലി എൻ്റെ നമ്പറിലേക്ക് നമ്മുടെ OTP വരും. സോ ആ OTPക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. OTP ഉപയോഗിച്ച് വേണം നമ്മുടെ ബാക്കി ലോഗിൻ പ്രൊസീജിയർ എല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ആധാർ കറസ്പോണ്ടിങ്ങിലി ഒരു മൊബൈൽ നമ്പറുമായിട്ട് എന്തായിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. സോ ഞാൻ എൻ്റെ OTP ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. യെസ്, അപ്പം നമ്മുടെ വാലിഡേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിലേക്ക് പോകും. അപ്പം നമ്മൾ നമ്മുടെ ഇതിലേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ വാലിഡേഷൻ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ മേളിൽ വന്ന് കാണും. ഫസ്റ്റ് കാണുന്നതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് രജിസ്ട്രേഷൻ്റെ ഭാഗമായി വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ആണ് നമ്മൾ വളരെ കെയർഫുള്ളായി എൻട്രി ചെയ്ത് കൊടുക്കേണ്ട ഭാഗമാണ്. സോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ പേര്, അച്ഛൻ്റെ നമ്മുടെ ഗാർഡിയൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും നിങ്ങളുടെ 10th ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റിൻ്റെ ബേസിലായിരിക്കണം ഫില്ല് ചെയ്യാൻ. ചിലർക്കൊക്കെ ആധാറും ചിലപ്പോൾ SSL സർട്ടിഫിക്കറ്റ് ആയിട്ടൊക്കെ പേരിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, കാൻഡിഡേറ്റ്സ് നെയിം ആസ് പെർ ക്ലാസ് 10th സർട്ടിഫിക്കറ്റ് ഓർ മാർക്ക് ഷീറ്റ് എന്നാണ്. അപ്പോൾ അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, നിങ്ങളുടെ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പേരും ഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ ബേസിൽ തന്നെ ഓരോന്ന് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. മദേഴ്സ് നെയിം, ആധാർ ഉള്ളതുകൊണ്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ നമ്മുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുക. നിങ്ങളുടെ ജെൻഡർ ചൂസ് ചെയ്യുക. സോ ജെൻഡർ ചൂസ് ചെയ്തു. നാഷണാലിറ്റി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളിപ്പം എന്തിനാണെങ്കിൽ ഇന്ത്യയും കൊടുക്കാം. അതേസമയം നിങ്ങളിപ്പം NRI കോട്ട ആഗ്രഹിക്കുന്നവരാണെങ്കിൽ NRI സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് NRI OCI ഫോറിൻ നാഷണൽ എന്നുള്ള രീതിയിലുള്ള ഏതാണെന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഐഡൻറ്റിറ്റി ടൈപ്പ്, അതായത് നിങ്ങൾ ഏത് ഐഡൻറ്റിഫിക്കേഷനാണ് നീറ്റിന് വേണ്ടി സമർപ്പിക്കാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എന്തായാലും ആധാർ തന്നെ കൊടുക്കുകയാണ്. ആധാർ ഉപയോഗിച്ചുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആധാർ വെച്ചപ്പോൾ ആധാർ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഐഡൻറ്റിഫിക്കേഷനായിട്ട് പലതും യൂസ് ചെയ്യാം. വെരിഫിക്കേഷൻ പർപ്പസിൽ ഇവരിപ്പം ഞാനിപ്പോൾ ആധാർ യൂസ് ചെയ്യാം, ബാങ്ക് പാസ്ബുക്ക് യൂസ് ചെയ്യാം, വിത്ത് ഫോട്ടോഗ്രാഫ് ഉള്ള ബാങ്ക് പാസ്ബുക്ക് നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യും. 12ാം ക്ലാസ്സിലെ ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇലക്ഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പാൻ കാർഡ്, പാസ്പോർട്ട് നമ്പർ, റേഷൻ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫുള്ള റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അത്രയും ഇത് ഉള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഐഡൻറ്റിഫിക്കേഷനായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ തൽക്കാലം എൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ്റെ ആധാർ തന്നെ ചൂസ് ചെയ്യുകയാണ്. എന്നിട്ട് എൻ്റെ ആധാർ നമ്പർ പിന്നെയും ഒന്ന് ഇൻപുട്ട് ചെയ്യുകയാണ്. ആധാർ നമ്പർ കൊടുത്തു. എല്ലാം ശ്രദ്ധിച്ച് വ്യക്തമായി തന്നെ കൊടുക്കണം. അതിനുശേഷം നമ്മുടെ പെർമനൻറ്റ് പ്രസൻറ്റ് അഡ്രസ്സുകളാണ്. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും വ്യക്തമായി കൊടുക്കണം. പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സുമാണ് ഇനി നമ്മളിപ്പോൾ ആധാർ കാർഡിലൊക്കെ നമ്മുടെ അഡ്രസ്സ് ഉണ്ടാകും. ലൊക്കാലിറ്റി അങ്ങനെയുള്ള എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. കൺട്രി ചോദിക്കും, പിന്നെ പിൻകോഡ് ചോദിക്കും. സോ കൺട്രി ഞാനിവിടെ യെസ്. പിൻകോഡ് ഇപ്പം നമുക്കറിയാം, നമ്മുടെ റീജിയനിലെ പിൻകോഡ് നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ബേസിലെ പിൻകോഡ് നമുക്ക് കൊടുക്കാൻ അറിയാം. നിങ്ങൾ പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പേഴ്സിൻ്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം 688013 ആണെങ്കിൽ നമുക്കത് കൊടുക്കാം. ഇന്നത്തെ നമ്മൾ പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 0000000 എന്ന് ഇൻപുട്ട് ചെയ്തേക്കാണ്. അത് പിൻകോഡ് ഇല്ലെങ്കിൽ, സിപ്പ് കോഡോ പിൻകോഡോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 6 പൂജ്യങ്ങൾ അവിടെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയാണ് അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, മൊബൈൽ നമ്പർ. നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ നിർബന്ധമായും കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്, OTP പോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ടായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. സോ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇമെയിൽ അഡ്രസ്സാണ്. സോ ഇമെയിൽ അഡ്രസ്സും കൊടുക്കണം. ഇമെയിൽ അഡ്രസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമെയിൽ അഡ്രസ്സും നമ്മൾ കൊടുത്തു. ഇമെയിൽ അഡ്രസ്സിൻ്റെ ഒരു കൺഫർമേഷൻ ചോദിക്കും, അതും കൂടെ നമുക്ക് കൊടുക്കണം. യെസ്. പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾട്ടർനേറ്റ് ഇമെയിൽ അഡ്രസ്സും കൊടുക്കുക. ഓക്കെ, അതും കൊടുത്തു. ഇനി പ്രസൻറ്റ് അഡ്രസ്സാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്തത്. നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ്, നിങ്ങളിപ്പോൾ താമസിക്കുന്നത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ആ ലൊക്കാലിറ്റി അഡ്രസ്സും കൊടുക്കാം. സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് അഡ്രസ്സ് എന്ന കോളം ടിക്ക് ചെയ്താൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ വരും. അടുത്തത് ആപ്ലിക്കേഷൻ ഫോമിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി മൊബൈൽ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞല്ലോ. പിന്നെ നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പാസ്വേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പാസ്വേഡ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, പിന്നെ സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം, പിന്നെ നമ്മുടെ ഇപ്പം # എന്നൊക്കെ പറയുന്ന പോലെയുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്യണം, അതുപോലെ നമ്പേഴ്സ് യൂസ് ചെയ്യണം. അതാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് 8 to 13 ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ 8 തൊട്ട് 13 വരെ അത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഒരെണ്ണം അപ്പർ കേസും ഒരെണ്ണം ലോവർ കേസും ആയിരിക്കണം. പിന്നെ നമ്പറും കാണണം. അതുപോലെ ഈ പറഞ്ഞ എന്തെങ്കിലും ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ അവരോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു പാസ്വേഡ് ഇവിടെ
അങ്ങനെയുള്ളൊരു പാസ്വേഡ് ഞാനിവിടെ എൻ്റർ ചെയ്തു. യെസ്. ഇനി സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ്. സോ സെക്യൂരിറ്റി ക്വസ്റ്റ്യനിൽ പല ഇതുണ്ട്. ഫസ്റ്റ് സ്കൂളിൻ്റെ പേര് ചോദിക്കാം, ബർത്ത് സിറ്റി ഏതാണെന്ന് ചോദിക്കാം, നൈബേഴ്സിൻ്റെ പെറ്റ് നെയിം എന്താണ്, രജിസ്ട്രേഷൻ നമ്പർ ഓഫ് യുവർ ഫസ്റ്റ് വെഹിക്കിൾ, ഫേവറേറ്റ് ബുക്ക്, ഇങ്ങനെ പക്ഷേ ഓർമ്മയിൽ നിൽക്കുന്ന, എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരെണ്ണം തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് പാസ്വേഡൊക്കെ മറന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടായിരിക്കും അവർ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത് വ്യക്തമായി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ ശേഷം ഒരു സെക്യൂരിറ്റി പിൻ ഉണ്ടാകും. ശേഷം എല്ലാം ഒന്ന് ഓക്കെ ആയതിനു ശേഷം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഫൈനൽ സബ്മിറ്റ് ചെയ്യാം നമുക്ക്. സോ ഫൈനൽ സബ്മിറ്റ് ചെയ്യുകയാണ്. യെസ്. ഫൈനൽ സബ്മിഷൻ വരുമ്പം അവർ പറയും റിവ്യൂ ചെയ്യാൻ, അതായത് കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്താനുള്ള കാര്യങ്ങൾ വരും. അതിന് ശേഷമാണ് നമ്മുടെ OTP വെരിഫിക്കേഷനും സബ്മിഷൻ ബട്ടണിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്, അത് കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം സെയിം ആണ്, നമ്പർ ഓക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റീവെരിഫൈ ചെയ്യുക. റീവെരിഫൈന് ശേഷം അവർ താഴെ പറയും ഇത് ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വെരിഫൈ ചെയ്തു. എൻ്റെ പേര് ഞാൻ വെരിഫൈ ചെയ്തു, അച്ഛൻ്റെ ഗാർഡിയൻ്റെ പേര് ഞാൻ വെരിഫൈ ചെയ്തു, അമ്മയുടെ ഗാർഡിയൻ്റെ പേര് വെരിഫൈ ചെയ്തു, ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈ ചെയ്തിട്ടുണ്ട്, ജെൻഡർ വെരിഫൈ ചെയ്തു. അതിന് ശേഷം എൻ്റെ അഡ്രസ്സ് പ്രസൻറ്റ് ആസ് വെൽ ആസ് പെർമനൻറ്റ് അഡ്രസ്സ് ഞാൻ വെരിഫൈ ചെയ്തിട്ടുണ്ട്, പിൻകോഡ് കറക്റ്റാണെന്ന് നോക്കിയിട്ടുണ്ട്, മൊബൈൽ നമ്പർ നോക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റേത് തന്നെയാണ്, വേറെ ആരുടെയും അല്ല. കാരണം അതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം അതിന് ശേഷം ഞാൻ വേറെ വല്ലവരുടെ ആധാർ കാർഡും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരിക്കലും എൻട്രൻസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് മീൻസ് നമുക്ക് അവിടെ നമ്മളുടെ എക്സാം ഹാളിൽ പ്രവേശിക്കാൻ അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് എല്ലാം വായിച്ചതിന് ശേഷം സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ വെരിഫിക്കേഷനുള്ള ഇതിലേക്കാണത് പോവുക. അപ്പം ഫൈനൽ സബ്മിഷൻ നമുക്ക് കൊടുക്കാം. ഡ്യൂ ടു വാണ്ട് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്നാണ്. ഞാൻ എസ് കൊടുത്തു. എസ് കൊടുക്കുമ്പോൾ നേരെ ഇവിടെ നമ്മളിത് പോകുന്നത് നമ്മുടെ ഇമെയിലിലേക്ക് വന്ന OTP ആണ്. അപ്പോൾ താങ്ക് യു ഫോർ രജിസ്ട്രേഷൻ, പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽ OTP എന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇമെയിലിലേക്ക് വന്ന OTP ചെക്ക് ചെയ്യാം. ഇമെയിലിൽ വന്ന OTP ഉടനെ തന്നെ വരും. അത് എൻ്റർ ചെയ്തതിന് ശേഷം സെക്യൂരിറ്റി പിൻ കൊടുത്താൽ നമുക്ക് ബാക്കി പ്രോസസ്സുകളിലേക്ക് പോകാം. സോ അതിൻ്റെ ബേസിൽ ഞാനിവിടെ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യുകയാണ്. യെസ്. ഇമെയിലിൽ നമ്മുടെ ഇമെയിലിൽ വരുന്ന OTPയും അതുപോലെ സെക്യൂരിറ്റി പിന്നൊക്കെ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സബ്മിഷൻ വരും. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ മെയിലിലേക്ക് സെൻഡ് ആയിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വരും. നേരെ ഇമെയിൽ അഡ്രസ്സിലേക്ക് പോവുക. ഇമെയിൽ അഡ്രസ്സിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ വ്യക്തമായി വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത പാസ്വേഡ് വേണം. നമ്മുടെ മെയിലിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അവർ മെയിലിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ നേരത്തെ അടിച്ച പാസ്വേഡും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ലോഗിൻ ചെയ്യാം. സോ ആപ്ലിക്കേഷൻ നമ്പർ ഞാൻ കൊടുത്തു. നമുക്ക് പാസ്വേഡ് കൊടുത്തു. തന്നിരിക്കുന്ന സെക്യൂരിറ്റി പിൻ കൊടുക്കുക. ലോഗിൻ ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആകും. ആ വിൻഡോയിൽ ശരിക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് ശ്രദ്ധിക്കണം, വ്യക്തമായ ഒരു ഫോൺ നമ്പർ, ഇമെയിൽ ID, പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള നിങ്ങൾ ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ഇതെല്ലാം വെച്ചിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകുന്നു. അതിനുശേഷം ഫീ പേയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, അടുത്ത നിങ്ങളുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോമാണ്. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ തുടങ്ങി പേഴ്സണൽ, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെത്, എക്സാം സെൻറ്റർ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അഡീഷണൽ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ് അപ്ലോഡിങ്, ഫൈനൽ സബ്മിറ്റ്, ഇത്രയും കാര്യങ്ങളായിരിക്കും അവിടെ വരിക. അതിനുശേഷം വെരിഫിക്കേഷൻ, മൊബൈൽ വെരിഫിക്കേഷൻ, പേയ്മെൻറ്റും, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിലുള്ള സ്റ്റെപ്പുകളാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസിലേക്ക് തന്നെ പോകാം. കോൺടാക്ട് ഡീറ്റെയിൽസിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ആപ്ലിക്കേഷൻ ഫോമിൽ രജിസ്ട്രേഷനിൽ എൻ്റർ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമ്മുടെ അഡ്രസ്സും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്നതെല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഇനി ഒരു എമർജൻസി നമ്പറും കൂടെ അവർ എൻ്റർ ചെയ്യാൻ പറയും. അഡീഷണൽ നിങ്ങളുടെ പേരൻസിൻ്റെ ആരുടെയെങ്കിലൊക്കെ നമ്പർ, നിങ്ങൾക്ക് ഒരു നമ്പറും കൂടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എമർജൻസി ഇമെയിൽ ID, നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇമെയിൽ ID ഉണ്ടെങ്കിൽ 2 ഇമെയിൽ ID വേണം എന്തായാലും. അപ്പോൾ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ഇമെയിൽ ID നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഇനി പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സിൻ്റെ കാര്യങ്ങളാണ് രണ്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് ആയതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും സെയിം തന്നെയാണ്. സോ ഇനി ഞാൻ എന്ത് ചെയ്തു, കോൺടാക്ട് ഡീറ്റെയിൽസിൽ സെക്യൂരിറ്റി പിൻ കൊടുത്തിട്ട് നമ്മുടെ ലോഗിൻ കൺഫേം ചെയ്തു. സോ ഞാൻ അവിടെ ഐ എഗ്രി കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ്. ഇനി അങ്ങോട്ടെല്ലാം സേവ് ആൻഡ് നെക്സ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയെന്നുള്ളത് വരും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഉറപ്പായിട്ട് നമ്മൾ നേരെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ വിൻഡോയിലേക്കാണ് നമ്മൾ പോവുക. സോ പേഴ്സണൽ ഡീറ്റെയിൽസിനും പിന്നെയും നമ്മുടെ നെയിമും, പേരും, അച്ഛൻ്റെ പേരും, അമ്മയുടെ പേരും, നമ്മുടെ ഐഡൻറ്റിറ്റി എവിടെയാണുള്ളത്, നമ്മൾ കൊടുത്ത ID പ്രൂഫ് ഏതാണ്, അതിൻ്റെ നമ്പർ ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ അവർ ചോദിക്കുന്നത് എവിടെ നിന്നാണ് നിങ്ങൾ +2 പാസ് ചെയ്തത്, ഏത് സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ നിന്നാണ് നിങ്ങൾ പാസ്സായതെന്നാണ്. ഞാനിപ്പോൾ കേരളയാണ് കൊടുക്കുന്നത്. അതേസമയം പുറത്ത് പഠിച്ചവരാണെങ്കിൽ അവർക്ക് ഓപ്ഷൻ ഉണ്ട്, ഏറ്റവും താഴെ വന്ന അതർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പഠിച്ചത് കേരളത്തിലാണ്. സോ ഞാൻ കേരള കൊടുത്തു.
പിന്നെ അവർ ചോദിക്കുന്നത് നമ്മുടെ കാറ്റഗറിയാണ്. കാറ്റഗറി ചൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ എലിജിബിൾ ആണ്, ക്ലിയർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ EW സർട്ടിഫിക്കറ്റ്സിന് സെൻട്രൽ ലിസ്റ്റിൽ എലിജിബിൾ ആണെങ്കിൽ EWS കൊടുക്കാം, അല്ലെങ്കിൽ NCL നിങ്ങളുടെ സെൻട്രൽ ലിസ്റ്റിൽ NCL OBC NCL കൊടുക്കാം, SC ST ഏതാണെന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കാറ്റഗറി ജനറൽ കൊടുത്തു. അതിനുശേഷം ഡയബറ്റിക് ആണോ ചോദിക്കും. നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എക്സാം ഹാളിൽ നമ്മുടെ മെഡിസിൻസ് അടക്കമുള്ളതിനുള്ള പ്രിഫറൻസ് അതിനുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് അവർ ഡയബറ്റിക് ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡയബറ്റിക് ആയവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡയബറ്റിക് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ റെസിഡൻസ് ആണ്. നിങ്ങൾ അത്യാവശ്യം ഇപ്പോൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലുള്ളവരാണെങ്കിൽ ഒരു അർബൻ കൊടുക്കുക, പഞ്ചായത്ത് ഏരിയയിലുള്ളവരൊക്കെ ആണെങ്കിൽ റൂറൽ കൊടുക്കാൻ ശ്രമിക്കുക. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അർബൻ കൊടുത്തു. ഫാമിലി ഇൻകത്തിൻ്റെ ഒരു ഏകദേശ ഫിഗറാണ് അവിടെ ചോദിക്കുന്നത്. ഏകദേശം എത്രയാണ് നിങ്ങളുടെ ഫാമിലി ഇൻകം എന്നുള്ളതാണ്. ഇതനുസരിച്ചല്ല ഡിസൈഡ് ചെയ്യുക, നിങ്ങളുടെ EWS സർട്ടിഫിക്കറ്റ് അനുസരിച്ചാണ് അവർ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഇൻകത്തിൻ്റെ ആ ഒരു റേഞ്ച് നിങ്ങൾ അവിടെ കൊടുക്കണം. പിന്നെ അതേപോലെ മൈനോറിറ്റി കാറ്റഗറി ഉള്ളവരാണെങ്കിൽ എസ് കൊടുക്കാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, നോ കൊടുക്കാം. മൈനോറിറ്റി കാറ്റഗറി നേരത്തെ പോലെ ഫാമിലി ഇൻകം ചോദിച്ച പോലെ തന്നെ അതിൻ്റെ ഒരു ഡാറ്റാബേസ് കളക്ഷൻ പോലെയാണ്. ഇതെന്തായാലും അവർ നിങ്ങളുടെ EWS അതേപോലെ NCL സർട്ടിഫിക്കറ്റ്സ് വെച്ചാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. പിന്നെ നിങ്ങൾക്ക് അവിടെ മോഡ് ഓഫ് പ്രിപ്പറേഷൻ കാണും. നിങ്ങൾ എന്തെങ്കിലും കോച്ചിങ് ഉണ്ടായിരുന്നോ, സെൽഫ് സ്റ്റഡി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സെൽഫ് സ്റ്റഡി ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കോച്ചിങ് ഉണ്ടെങ്കിൽ ഓൺലൈൻ കോച്ചിങ് ചൂസ് ചെയ്യാം. ഇതൊക്കെ ജസ്റ്റ് ഡാറ്റാബേസ് കളക്ഷന് വേണ്ടി മാത്രമാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫൈനലി നിങ്ങളിപ്പോൾ രജിസ്റ്റർ ഇപ്പം നിങ്ങളുള്ള കൺട്രി നമ്മളത് ഓൾറെഡി ഇന്ത്യ ഞാൻ കൊടുത്തു. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമറി ഡ്രസ് കോഡിൻ്റെ കാര്യമാണ്. നീറ്റിന് ക്ലിയർ ആയിട്ടൊരു ഡ്രസ് കോഡ് നമ്മുടെ പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ട്, അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത്യാവശ്യം നല്ല എന്താണ് പറയുക, അത്യാവശ്യം മെറ്റലൊന്നും ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ, അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഡ്രസ് കോഡ് ഫോളോ ചെയ്യേണ്ട ഒരു എക്സാം തന്നെയാണ് നീറ്റ്. പക്ഷേ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും റിലീജിയസ് പരമായിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കസ്റ്റമറി ആയിട്ടുള്ള ഡ്രസ് കോഡ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഫോളോ ചെയ്യാൻ ആഗ്രഹമായിട്ട് നിങ്ങൾക്ക് എസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. കസ്റ്റമറി ഡ്രസ് കോഡ് ചൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തട്ടമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോ കൊടുക്കാം. നോ കൊടുത്തതിന് ശേഷം നമ്മുടെ സെക്യൂരിറ്റി പിൻ ഉണ്ട്, സെക്യൂരിറ്റി പിൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുമ്പായിട്ട് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആണെന്ന് ഓടിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്, അവിടെയും ഇതേപോലെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്നും പറഞ്ഞിട്ട് ഐക്കൺ വരും. യെസ്, അത് വന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ PWBD ഏരിയയിലേക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം PWBD എന്ന് പറയുമ്പം ഡിസബിലിറ്റി ശതമാനം ശരിക്കും നിങ്ങളുടെ പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5% ഓൾ ഇന്ത്യയിൽ റിസർവേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ആ റിസർവേഷൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന്, താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നോ ജില്ലാ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അവിടെ നിന്നുള്ള നിങ്ങളുടെ ഡിസബിലിറ്റി പറയുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളത് അപ്ലോഡ് ചെയ്യണം എന്തായാലും. എസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എസ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ പിന്നെയും സെക്യൂരിറ്റി പിൻ, പല ടൈപ്പ് ഓഫ് വെരിഫിക്കേഷനിൽ സെക്യൂരിറ്റി പിൻ ഉണ്ട്, അപ്പോൾ അതും കൊടുക്കാം. അതിനുശേഷം പിന്നെയും ഇതേപോലെ കൺഫർമേഷൻ കഴിഞ്ഞാൽ നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ PWBD ഡീറ്റെയിൽസും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ എക്സാം സെൻറ്റേഴ്സ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നീറ്റിൽ അവർ എക്സാം സെൻറ്റേഴ്സിൻ്റെ പ്രോസ്പെക്ട്സിൽ ഒരു കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പ്രസൻറ്റ് അഡ്രസ്സിൻ്റെയും പെർമനൻറ്റ് അഡ്രസ്സിൻ്റെയും ബേസിലുള്ള എക്സാം സെൻറ്ററുകളായിരിക്കും ശരിക്കും നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് പോവുക. ഇനി അഥവാ നിങ്ങൾക്ക് വേറെ സ്റ്റേറ്റ്സിൽ വേണം നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ റീച്ചബിലിറ്റി നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം ഏതാണോ അത് തന്നെ എക്സാമിന് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നീറ്റ് പോലൊരു എക്സാമിന് നിങ്ങൾ 2 മണിക്ക് എക്സാം തുടങ്ങുന്നത് എങ്ങനെ പോയാലും രാവിലേക്ക് അടുത്ത് തന്നെ അവിടെ എത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണ് റിസൈഡ് ചെയ്യുന്നത് ഏറ്റവും അവിടെ അടുത്ത് തന്നെ എന്ത് ചെയ്യുക, നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ജനറലി ഇംഗ്ലീഷ് ചൂസ് ചെയ്യാറുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബേസിൽ നമുക്കിപ്പം മലയാളം ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷ് പ്ലസ് മലയാളം എന്നുള്ള രീതിയിലായിരിക്കും വരിക. പക്ഷേ അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻ കേസ് വേർഡ് ട്രാൻസ്ലേഷനിലൊക്കെ എന്തെങ്കിലും വൈവിധ്യം ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ അവർ ഇംഗ്ലീഷാണ് അവരുടെ ഫസ്റ്റ് ടൂളായിട്ട് എക്സാമിൻ്റെ നമ്മുടെ വെരിഫിക്കേഷൻ സമയത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് എക്സാം സ്റ്റേറ്റ് 2 ചോയ്സുകളാണ് നമുക്ക് ചൂസ് ചെയ്യാനുള്ളത്. ഞാനിപ്പം എക്സാം സ്റ്റേറ്റിംഗ് എന്തായാലും എൻ്റെ അഡ്രസ്സ് പ്രകാരം കേരള മാത്രമേ വരത്തുള്ളൂ. കേരളത്തിലുള്ള സിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അടുത്ത ആക്സസിബിലിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ എൻ്റെ എക്സാം സ്റ്റേറ്റ് പിന്നെ ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ പ്രസൻറ്റ് ആൻഡ് പെർമനൻറ്റ് അഡ്രസ്സും പ്രകാരമുള്ള സ്റ്റേറ്റ് നിങ്ങൾക്ക് അവിടെ വരത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് സിറ്റി ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സിറ്റി, ഏറ്റവും അടുത്തുള്ള സിറ്റി ഏതാണോ ആ സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് രണ്ടാമത്തെ സിറ്റി ചൂസ് ചെയ്ത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ അവരുടെ അൽഗോരിതം അനുസരിച്ച് അത് മാറി മറിഞ്ഞും വരും. ഇനി നിങ്ങളുടെ ഫാദറിൻ്റെ ഒക്കുപ്പേഷനും അതേപോലെ തന്നെ നമ്മുടെ മദറിൻ്റെ ഒക്കുപ്പേഷനും അതേപോലെ ഇതും ആണ് നമുക്കിനി കൊടുക്കേണ്ടത്. സോ മദർ ഗാർഡിയൻ്റെ ഇതേപോലെ തന്നെ നമ്മൾ ഇത് കൊടുത്തു. അതിനുശേഷം ഇതേപോലെ ഫൈനൽ കൺഫർമേഷൻ പോലെ നമ്മുടെ ഇത് വരുന്നുണ്ട്. അപ്പോൾ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് നമ്മൾ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് തന്നെ ചെയ്തു. അതിനുശേഷം നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് പോകുമ്പം നമുക്കിനി അതും ആ ഡീറ്റെയിൽസ് നമ്മുടെ ഇപ്പം എക്സാമിനേഷൻ സെൻറ്റർ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളിലും ഏകദേശം കൺഫർമേഷൻ ആയിട്ടുണ്ട്.
സോ അതിനുശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിഫയിങ് എക്സാം, അതായത് നമ്മുടെ ഈ പറഞ്ഞ ക്വാളിഫയിങ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ക്വാളിഫയിങ് എക്സാം ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ശ്രദ്ധയോടെ തന്നെ ചെയ്യണം. അവിടെ നമ്മുടെ 10ാം ക്ലാസ്സിലെയും അതേപോലെ 12ാം ക്ലാസ്സിലെയും 11ാം ക്ലാസ്സിലെയും ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അവിടെ 11ാം ക്ലാസ് CBSE കാരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ 10th 12th എക്സാം ഡീറ്റെയിൽസ് കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. സോ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ നെക്സ്റ്റ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ 10th 11th 12th ക്വാളിഫിക്കേഷൻസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ആദ്യമേ അവർ 10th ഡീറ്റെയിൽസ് കാണിക്കണം. ഉറപ്പായിട്ടും 10ൻ്റെ സ്റ്റാറ്റസ് ചോദിക്കും. പാസ്ഡ് എന്നാണ് കൊടുക്കേണ്ടത്. 10th സ്റ്റാൻഡേർഡ് ഏത് വർഷമാണ് 10ാം ക്ലാസ് പാസ്സായത് അത് കൊടുക്കണം. അതിനുശേഷം ക്വാളിഫയിങ് എക്സാം 10th ഓർ ഇക്വലൻ്റ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്കൂളിംഗ് ഏത് ഭാഗത്തായിരുന്നു, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണ് നിങ്ങൾക്ക് അർബൻ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൂറൽ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ സ്കൂൾ ഏത് ടൈപ്പാണ്, ഗവൺമെൻറ് സ്കൂൾ, ഗവൺമെൻറ് എയ്ഡഡ്, പ്രൈവറ്റ് സ്കൂൾ ഉണ്ടാവും, പ്രൈവറ്റ് സ്കൂളുകൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഏതാണെന്ന് വെച്ചാൽ അതേപോലെ കേന്ദ്രീയ വിദ്യാലയ KV ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് കൊടുക്കാം. നിങ്ങൾ പഠിച്ച സ്കൂളിംഗ് 10ാം ക്ലാസ്സിലെ സ്കൂളിംഗ് നടത്തിയ സംസ്ഥാനം അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ജില്ല കൊടുക്കുക. പിന്നെ അതിനുശേഷമാണ് നിങ്ങളുടെ സ്കൂൾ ബോർഡ് ചൂസ് ചെയ്യേണ്ടത്. CBSE ആണെങ്കിൽ CBSEക്ക് അവിടെ ഐക്കൺ ഉണ്ട്, ICSEക്ക് ഐക്കൺ ഉണ്ട്. കേരള ബോർഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന ടേമാണ്. അത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സ്കൂളിൻ്റെ അഡ്രസ്സും പിൻകോഡും വ്യക്തമായി ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ SSLC ക്ലാസ്സിലെ റോൾ നമ്പറും കൊടുക്കുക. ഇനി CBSE ICSEക്കാർക്കൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ മാർക്സ് ഉണ്ടാവും. മാർക്സിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റി അവിടെ ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. SSLC സിസ്റ്റം എന്ന് പറഞ്ഞാൽ പൊതുവേ ഗ്രേഡ് സിസ്റ്റമാണ്. അപ്പോൾ അവിടെ പെർസെൻറ്റേജ് CGPA എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങളവിടെ സാധാരണ പെർസെൻറ്റേജ് തന്നെ കൊടുക്കുക. SSLCക്കാരുണ്ടെങ്കിൽ A+, A ഗ്രേഡുകളൊക്കെ വാങ്ങിക്കുക. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പാറ്റേൺ എങ്കിൽ നിങ്ങൾ അവിടെ നിർബന്ധമായും പെർസെൻറ്റേജ് തന്നെ കൊടുക്കുക. പെർസെൻറ്റേജ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ടോട്ടൽ മാർക്സ് 1000 സെറ്റ് ചെയ്യുക. അതിനുശേഷം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് A+ ആണ് നിങ്ങളുടെ മാർക്കെങ്കിൽ, നിങ്ങൾക്ക് A+ ആണ് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന് A+ ആണ് നിങ്ങൾക്ക് 90 അപ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയവരാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾ സ്കോർ ചെയ്ത മാർക്ക് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് 10 വിഷയങ്ങളുണ്ട്. 10 A+ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 90 × 10 900 ഫോർ എക്സാമ്പിൾ എൻ്റെ ഈ കേസിലേക്ക് വന്നാൽ 8 A+ 2 ഫോർ എക്സാമ്പിൾ നോക്കാം. 8 A+ എന്ന് പറയുമ്പോൾ A+ ആയതുകൊണ്ട് തന്നെ എത്രയാണ്, 90 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ 8 A+ ഉണ്ട്. അപ്പോൾ 90 × എത്രയാണ് 8 കൊടുക്കാം, 720 കിട്ടും. പിന്നെ 2 A ആണുള്ളത്. 2 A എന്ന് പറയുമ്പം A+ ആണെങ്കിൽ ഞാൻ പറഞ്ഞു 90, A ആണെങ്കിൽ 80, അങ്ങനെ പയ്യെ ആ ഒരു ട്രാൻസാക്ഷൻ വെച്ച് താഴേക്ക് വരിക. ഇപ്പോൾ എനിക്ക് A ആണ് കിട്ടിയത്. അപ്പോൾ A ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 80 കൊടുത്തു. അപ്പോൾ 2 സബ്ജക്റ്റിൻ്റെ 80 ഉണ്ട്, അപ്പോൾ 160. അപ്പോൾ 720 + 160 അപ്പോൾ എനിക്ക് 880 എന്ന് കിട്ടി. 720 + 160 880 കിട്ടി. അപ്പോൾ 1880. അപ്പോൾ എൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 88% ആണ്. അപ്പോൾ SSLC ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. A+ന് ഒരു A+ ആണെങ്കിൽ 90, A ആണെങ്കിൽ 80, B+ ആണ് 70, അങ്ങനെ കൊടുത്തു വരിക. പിന്നെ നിങ്ങളുടെ 11th ക്വാളിഫിക്കേഷൻ ആണ് നോക്കുന്നത്. അതായത് നിങ്ങൾ CBSE ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം. അപ്പോൾ ആ വിൻഡോ മൊത്തം മാറിക്കോളും. നിങ്ങളല്ലാണ്ട് സ്റ്റേറ്റ് സിലബസിലോ അല്ലെങ്കിൽ പഠിക്കുന്ന നിങ്ങളുടെ 11ാം ക്ലാസ്സിലെ മാർക്സും നിങ്ങളുടെ +2ൻ്റെ കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 11th സ്റ്റാൻഡേർഡ് മാർക്സ് അവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ 11th സ്റ്റാൻഡേർഡിൻ്റെ മാർക്ക് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ ഏത് വർഷമാണ് 11th സ്റ്റാൻഡേർഡ് അപ്പിയർ ചെയ്ത് ചോദിക്കും. എക്സാം ടൈപ്പ്, നിങ്ങളുടെ സ്കൂൾ എവിടെയാണുള്ളതെന്ന് ചോദിക്കും. എങ്ങനെയുള്ള സ്കൂളായിരുന്നു, എയ്ഡഡ് ആണോ പ്രൈവറ്റ് ആണോ എന്ന് ചോദിക്കും. നിങ്ങളുടെ സംസ്ഥാനം ഏതാണ്, ജില്ല ഏതാണ്, പിന്നെ നിങ്ങളുടെ സ്കൂൾ ബോർഡാണ്. സ്കൂൾ ബോർഡായിട്ട് നിങ്ങൾ അവിടെ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ്, അല്ലെങ്കിൽ CBSE ICSE അങ്ങനെ കുറേ ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതനുസരിച്ച് ചൂസ് ചെയ്യാം. പിന്നെ സ്കൂളിൻ്റെ അഡ്രസ്സ് പിൻകോഡ് നേരത്തെ പോലെ തന്നെ, റോൾ നമ്പർ, നിങ്ങളുടെ +1ൻ്റെ റോൾ നമ്പറും പെർസെൻറ്റേജ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും +1 നമുക്ക് മാർക്സ് അവൈലബിൾ ആണ് അല്ലേ. +1 അവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നോക്കി നിങ്ങൾക്ക് ടോട്ടൽ മാർക്സ് അവിടെ കിട്ടും. സോ അവിടെ നിങ്ങൾക്ക് മാർക്ക് അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പെർസെൻറ്റേജ് സിസ്റ്റം കൊടുത്താൽ മതിയാകും. ഇപ്പോൾ +1 6 സബ്ജക്ട്സ് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് നോക്കുക. 540 ആണ് നിങ്ങൾ ടോട്ടൽ മാർക്കെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അതും കൊടുക്കുക. അത് ആഡ് ചെയ്തിട്ട് ടോട്ടൽ എത്രയാണെന്ന് നോക്കുക. അതേപോലെ ഒബ്റ്റൈൻഡ് മാർക്സ് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. ഇനി 11th സ്റ്റാൻഡേർഡാണ് നമ്മുടെ പ്രധാന ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ റിപ്പീറ്റേഴ്സ് റീറിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ക്വാളിഫൈഡ് ആയവരാണ്. അതുകൊണ്ട് നിങ്ങൾ പാസ്ഡ് എന്ന് കാണിക്കുക. ഈ വർഷം എഴുതുന്നവരാണെങ്കിൽ അവിടെ അപ്പിയറിംഗ് എന്ന് വേണം കൊടുക്കാൻ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ ഇയർ സെറ്റ് ആയിക്കോളും. അതേസമയം നിങ്ങൾ പാസ്സായവരാണെങ്കിൽ നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായത് എന്ന് നിങ്ങൾ അവിടെ ഇൻപുട്ട് ചെയ്യണം. സോ നിങ്ങൾ ഏത് വർഷമാണ് പാസ് ചെയ്ത് അവിടെ കൊടുക്കണം. അതിന് ശേഷമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദാറ്റ് ഈസ് നമ്മുടെ ക്വാളിഫയിങ് കോഡാണ്. ക്വാളിഫയിങ് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രൈറ്റീരിയ, അതായത് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി അവിടെ അപ്പിയറിംഗ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കോഡ് 1 ആണ്. സോ നിങ്ങൾ റിപ്പീറ്ററോ റീറിപ്പീറ്ററോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ കോഡ് വരുന്നത് കോഡ് 2 ആണ്. നിങ്ങളുടെ +2 സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ അഡ്മിഷന് തൊട്ട് മുമ്പായിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും കോഡ് 2 തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതേസമയം 3 വർഷം ഡിഗ്രി പഠിച്ചവരൊക്കെ ആണെങ്കിൽ
3 വർഷം ഡിഗ്രി പഠിച്ചു കഴിഞ്ഞവർക്കാണെങ്കിൽ കോഡ് 6 കൊടുക്കാം. ആ ഡിഗ്രി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആ ഡിഗ്രി പഠിക്കുന്നതിനിടയിൽ നിങ്ങൾ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കോഡ് 5 കൊടുത്താൽ മതി. അല്ലെങ്കിൽ ജനറലി എല്ലാവരും കോഡ് 2 തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ പ്ലേസിൻ്റെ സ്കൂളിങ്, നിങ്ങളുടെ സ്കൂൾ എങ്ങനെയാണ്, അതായത് നിങ്ങൾ ഏത് സംസ്ഥാനത്താണ്, നിങ്ങളുടെ സ്കൂളിൻ്റെ അഡ്രസ്സ് നമ്മൾ നേരത്തെ കൊടുത്ത അതേ ഡീറ്റെയിൽസ് തന്നെയാണ് പിന്നെ താഴേക്ക് വരിക. പിന്നെ നിങ്ങളുടെ +2 ടോട്ടൽ മാർക്കുകൾ എത്രയിലാണ്, ഇപ്പോൾ 660 ആണ് +2 മാർക്കെങ്കിൽ അത് കൊടുക്കുക. ടോട്ടൽ മാർക്ക് 660, നിങ്ങൾക്ക് എത്ര മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തു അത് കൊടുക്കുക. അതിനുശേഷം അവിടെ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെയാണ് നിങ്ങളുടെ +2 ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഓർ ബയോടെക്നോളജി ഈ 4 സബ്ജക്റ്റുകളുടെ ടോട്ടൽ മാർക്കും നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്ത മാർക്കും എന്ത് ചെയ്യണം, അവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം. സോ ഇപ്പോൾ ഫോർ ഇംഗ്ലീഷ് 200 ആണ് നിങ്ങളുടെ ഫുൾ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, 200 ആണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്തു, അതിൽ നിങ്ങൾക്ക് കിട്ടിയ ഒബ്റ്റെയിൻ ചെയ്ത് മൊത്തം അവസാനം +2 കഴിഞ്ഞ് അവസാനം കിട്ടിയ ആ മാർക്ക് കൊടുത്തു. അത് കെമിസ്ട്രീൻ്റെ അതേപോലെ ഫിസിക്സിൻ്റെ ബയോളജിയുടെ മാർക്സ് കൊടുത്തു. അവസാനം അത് എൻട്രി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെക്യൂരിറ്റി പിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായത് ആ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഡീറ്റെയിൽസ് തന്നെ നമുക്കവിടെ കംപ്ലീറ്റ് ആക്കാം. ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ചെയ്യുക. സോ സേവ് ആൻഡ് നെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സബ്മിറ്റ് ആയി കഴിഞ്ഞു. ഇനി അവർ ട്വിൻ ബ്രദർ ബ്രദറോ സിസ്റ്റർ ഉണ്ടെങ്കിൽ അത് ചോദിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാം. പിന്നെ ഇതിന് മുമ്പ് നീറ്റിന് അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അവർ അറ്റംപ്റ്റ്സ് ചോദിക്കും. ജസ്റ്റ് കളക്ട് ഡാറ്റാബേസിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അറ്റംപ്റ്റ്സ് ഞാൻ അവിടെ കാണിച്ചു. നിങ്ങൾക്ക് അറ്റംപ്റ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നോട്ട് അപ്പിയർഡ് നീറ്റ് എന്ന് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പ് നീറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിന് ശേഷം നിങ്ങൾ സെക്യൂരിറ്റി പിൻ കൊടുക്കുക, എഗ്രി ചെയ്യുക ആൻഡ് ഗോ ടു സേവ് ആൻഡ് നെക്സ്റ്റ്. ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട കാറ്റഗറി ദാറ്റ് ഈസ് നമ്മുടെ ഡോക്യുമെൻറ്റ് അപ്ലോഡിംഗ് ആണ്. ഡോക്യുമെൻറ്റ് അപ്ലോഡിങ്ങിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫോട്ടോ അവിടെ സൈസ് അടക്കം അവർ പറയുന്നുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ സ്പെസിഫിക്കേഷൻ ശരിക്കും ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ട്. ആ പാസ്പോർട്ട് സൈസിൻ്റെ സൈസ് എന്ന് പറയുന്നത് വിറ്റ് ഈസ് 10 KB ആൻഡ് 200 KB ആണ്. പിന്നെ സിഗ്നേച്ചർ വേണം, പിന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ്സ് ആൻഡ് തമ്പ് ഇംപ്രഷൻസ്. ഒരു സിംഗിൾ പേപ്പറിൽ A4 പേപ്പറിൽ നിങ്ങളുടെ 2 തമ്പിൻ്റെയും ബാക്കി ഫിംഗേഴ്സിൻ്റെയും ഇംപ്രഷൻസ് കൊടുത്തിട്ട് ഫയൽ ചൂസ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിയും. ഇപ്പോൾ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്ന പോലെ ഇപ്പം സൈസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, താഴെ നിങ്ങളുടെ പേരും അതേപോലെ നിങ്ങൾ ഡേറ്റ് എടുത്ത ഫോട്ടോ, അതായത് ഈ കഴിഞ്ഞ ജാനുവരി 2024 കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് നിങ്ങൾ അവിടെ കൊടുക്കാൻ ശ്രമിക്കുക. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും അങ്ങനെ തന്നെ ഒരു സാമ്പിളിൽ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻസ് കൊടുക്കുക, അതേപോലെ സിഗ്നേച്ചർ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ശരിക്കും ആ ഒരു സൈസിൽ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫൈനൽ സബ്മിറ്റ് ആണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏതോ ഓരോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒന്ന് റീവെരിഫൈ ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് OTP വാങ്ങിച്ച് വെരിഫിക്കേഷൻ നടത്തുക. അതിനുശേഷമാണ് ഫീ പേയ്മെൻറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് മൊബൈൽ നമ്പറിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവത്തില്ല. മേക്ക് ഷുവർ ദാറ്റ് ഫീ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഫൈനലായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ വരുന്ന ഒരു രീതിയിലുള്ളൊരു ഫോർമാറ്റിലൊരു ഇത് പ്രിൻ്റ് ഔട്ട് കിട്ടുന്ന രീതിയിലൊരു സംഭവം കിട്ടിയെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പം ഫീ പേയ്മെൻറ്റും കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഫീ പേയ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ ജനറൽ കാറ്റഗറിക്ക് 1700, EWS അതേപോലെ എൻസൽ കാറ്റഗറീസിന് 1700, SC/ST PWBD തേർഡ് ജെൻഡർ കാറ്റഗറീസിന് 1000 അപ്പോൾ ആ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് UPI അല്ലെങ്കിൽ കാർഡ്സ് വെരിഫിക്കേഷൻ വരെ നടത്താവുന്നതേ ഉള്ളൂ. ഫീ പേയ്മെൻറ്റും കഴിഞ്ഞിട്ട് സബ്മിഷൻ എല്ലാം കഴിഞ്ഞിട്ടുള്ള സബ്മിഷനിലാണ് ശരിക്കും നിങ്ങളുടെ നീറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫൈനലി തീരുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. പിന്നൊരു കാര്യം, നിങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് നിങ്ങൾ ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ ചെയ്തു, അതിനുശേഷം പിന്നെയാണ് ചെയ്യാൻ സൗകര്യം കിട്ടുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മറക്കാതെ ഓർത്ത് വെക്കുക. അത് മറന്നുപോയാൽ നമ്മൾ പിന്നെ കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി ബാക്കിയുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എഴുതി തന്നെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പിന്നെ ഒരു ദിവസമാണ് നിങ്ങൾക്കത് ചെയ്യാം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മാർച്ച് 9 വരെ സമയമുണ്ട്, വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. മാർച്ച് 9 ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ മാർച്ച് 9 രാത്രി 11:50 വരെ സമയമുണ്ട്. എന്നാലും വെച്ച് താമസിക്കാൻ നേരത്തെ തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡൗട്ട് OBC NCL സർട്ടിഫിക്കറ്റ്സും ബാക്കി EW സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണോ എന്നുള്ളതാണ്. വേണ്ട, അത് നിങ്ങളിപ്പോൾ കയ്യിൽ കരുതിയാൽ മാത്രം മതി. അതൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. നിലവിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇവിടെ സബ്മിഷൻ്റെ കേസിൽ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച്. സീ യു സൂൺ.